വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. മനുഷ്യ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും സർവ പ്രാധാന്യങ്ങളോടും കൂടി ക്ഷേത്രത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജനൽ പോലെ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും നിങ്ങൾ കാണാറുള്ള ഈ സാധനം. ഈ ഒരു അവയവം, ഇതിൻ്റെ യഥാർത്ഥമായ പേര് ഘനദ്വാരം എന്നാണ്. ആ ഘനദ്വാരത്തിൽ 3 തരത്തിലുള്ള ചിത്രപ്പണികളൊക്കെയാണ് സാമാന്യം തന്ത്രസമുച്ചയപ്രകാരം വിധിച്ചിട്ടുള്ളത്. അതിൽ ഒരു രീതിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ സൈഡിലൂടെയുള്ള ഡിസൈനുകളും അതേപോലെ ഇപ്പുറത്തെ സൈഡിലുമുണ്ട്, മുകളിലുമുണ്ട്. പിന്നെ ഡോറ് പോലെ നമുക്ക് തോന്നുന്ന ഈ ഒരു ഭാഗവും, ഇതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് ഘനദ്വാരമാണ്. കണ്ടില്ലേ, ഇതിന് ദ്വാരമില്ല, പക്ഷേ 3 സൈഡിലും, ക്ഷേത്രത്തിൻ്റെ 3 സൈഡിലും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഘനദ്വാരം എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ശ്രീകോവിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. തറയുടെ മുകളിലേക്ക് വരുന്ന ഭിത്തിയിലാണ് ഇതിൻ്റെ സ്ഥാനം. അതേപോലെ മുകളിൽ വളരെന്ന് പറയുന്ന സാധനം കാണാം. ഈ വളരിൻ്റെയും താഴത്ത് തറയുടെയും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഇത് കാണുക. ഇതിനെ തൊട്ട് തൊഴാനോ കാര്യങ്ങളൊന്നും പാടില്ല. ഇവിടെ ആളുകൾ പൈസ വയ്ക്കും, തൊട്ട് തൊഴും. ശിവക്ഷേത്രമാണ് എങ്കിൽ, ബാക്കിലുള്ള ഘനദ്വാരമാണ് എങ്കിൽ അവിടെ ദേവീ സാന്നിധ്യമാണ് പറയുന്നത്. അർദ്ധനാരീശ്വരനായതുകൊണ്ട് ദേവീ സാന്നിധ്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഘനദ്വാരത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയേണ്ടതും പരിചയിക്കേണ്ടതും. ഓം നമഃ ശിവായ, മഹാദേവായ നമഃ.